ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ യൂണിഫോം ഇട്ടാണ് നിൽക്കുന്നത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. യൂഷ്വലി നമ്മളെ കോളേജ് ടൈം 8:50, പക്ഷേ ഇപ്പോൾ സമയം 9:30 ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. കാരണം ഇന്ന് നമുക്ക് പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു അത്ര കറക്റ്റ് 8:50 പോകണമെന്നില്ല. അപ്പം ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് കോളേജിലേക്ക് പോവാം. കാരണം അടുത്ത ഒരു ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു കോളേജ് വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ മടി കാരണം അതങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ഞാനിപ്പം വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അവിടെ എത്തിയ എന്താവും സിറ്റുവേഷൻ എന്നുള്ള അറിയില്ല. നമുക്ക് പോയിട്ട് നോക്കാം. പിന്നെ ഇപ്പം നമ്മൾ 8th സെമസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്കപ്പോഴും അധിക പേരും ക്ലാസ്സിലൊന്നും ഉണ്ടാവില്ല. അവിടെ പോയാൽ തന്നെ അറിയുള്ളൂ. കാരണം ക്ലാസ് അവർ കുറവാണ്. പ്രൊജക്റ്റാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കോളേജിൽ പോയിട്ട് നോക്കാം അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. നാളെ നമുക്ക് കോളേജിൽ സ്പോർട്സ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ട് ഇന്ന് ഇങ്ങനെ ഓരോ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം പറ്റുവാണെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം. കാരണം ഞാൻ അവിടെ ഒന്നും പോവാറില്ല. സ്പോർട്സൊന്നും ഞാനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ല. സോ ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. പക്ഷേ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നോക്കാം, പറ്റുവാണെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ കോളേജിലേക്ക് ഇറങ്ങട്ടെ. ബുക്കൊന്നും അധികമൊന്നും എടുക്കാനില്ല കേട്ടോ. എന്നാലും നമുക്ക് ബാഗ് എടുക്കാം വെറുതെ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉണ്ട് കേട്ടോ കോളേജിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെയിലി നടന്ന് തന്നെയാണ് പോവാറ്. ഒരു എക്സസൈസും ആവുമല്ലോ. അപ്പോൾ നമുക്ക് കോളേജിലെത്തിയിട്ട് കാണാം. ഞാനിപ്പോൾ പോകുന്നത് കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റ് വഴിയല്ല കേട്ടോ. നമുക്ക് ഇവിടെ വേറെ ബാക്ക് സൈഡിൽ കൂടിയും പോവാം. ഇവിടെ ATMൻ്റെ സൈഡിൽ കൂടി ഇവിടെ ഒരു ചെറിയ വഴി കൂടി ഉണ്ട്. അപ്പോൾ അതുവഴിയാണ് പോകുന്നത്. എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഈ വഴിയാണ് കേട്ടോ. കാരണം നമ്മളെ ക്ലാസ് ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞാൻ കോളേജിലെത്തി. സെക്കൻഡ് അവർ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്കാണ്. അപ്പം ഞാനും ഡെല്ലിയും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 11 മണി. ഇതുവരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലെത്തി. ചായയും കൊഴുക്കട്ടയായിരുന്നു കേട്ടോ കഴിച്ചത്. സത്യം പറഞ്ഞാൽ ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ചാണ്. കാരണം സമയം 11 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് ക്ലാസ്സിലേക്ക് പോന്നു. അവിടെ ഓരോരുത്തരും ഓരോ വർക്കിലാണ്. ഞങ്ങൾ കഴിച്ച് ക്യാൻറ്റീനിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും ക്ലാസ്സിൽ ഏകദേശം ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമായിരുന്നു. ഇതിപ്പോൾ ഡേ സ്കോളേഴ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 1:45. ഇപ്പോഴാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ക്യാൻറ്റീനിലെത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനാണോ കോളേജിൽ വരുന്നതെന്നൊരു ഡൗട്ടുണ്ട്. കാരണം കൂടുതൽ സമയം ഞങ്ങളുണ്ടാവുന്നത് ക്യാൻറ്റീനിലാണ്. നമ്മൾ കഴിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സാറ് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. 10 മിനിറ്റ് ലേറ്റാണ്. ശരിക്കും അവരുടെ പ്രൊജക്റ്റാണ്, പക്ഷേ സാറ് വന്നു. ഒരു 3 മണിയായപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാണ്. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ, നാളെ നമുക്ക് സ്പോർട്സ് ആണ്. അതുകൊണ്ട് തന്നെ ചില മത്സരങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അതെന്തായാലും 4 മണിക്ക് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് കോളേജിലേക്ക് വരാമെന്ന് വിചാരിച്ചു. സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ക്ലാസ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ. ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഫുൾ ടൈം ക്ലാസ് ആണെന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല. ഇപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സുകളൊക്കെ കുറവാണ്. പക്ഷേ ബാക്കി ഇയേഴ്സിനൊന്നും അങ്ങനെയല്ല. അവർക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്. 2022 നടന്ന വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനും ഡെല്ലിനെ ഇവിടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴക്ക് കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ വീണ്ടും കോളേജിലേക്ക് തന്നെ പോയി. നാളെയാണ് മെയിൻ ഡേ എങ്കിലും ഇന്നും കുറേ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് അവിടെ ഇരുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നപ്പോഴേക്കും അടുത്ത ദിവസമായിട്ടോ. ഇന്നാണ് നമ്മുടെ സ്പോർട്സ് ഡേ. അറ്റൻഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും വന്നിട്ടുണ്ടാവും. കാരണം ഇന്ന് വന്നില്ലെങ്കിൽ ഒരു ഫുൾ ഡേ അറ്റൻഡൻസ് പോവും. അങ്ങനെ മാർച്ച് പാസ്റ്റും ഇനാഗുറേഷനും ഒക്കെ കഴിഞ്ഞ് നമ്മളെ മത്സരങ്ങളൊക്കെ ഇവിടെ തുടങ്ങി.
കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോഴേക്കും എനിക്ക് മതിയായി. കാരണം നല്ല വെയിലും ചൂടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പാലക്കാട് പോയി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ലീവ് കിട്ടുന്ന ദിവസങ്ങളിലാണ് പുറത്ത് പോകാനൊക്കെ പറ്റുന്നത്. എവിടെ പോയാലും നടക്കുന്ന ഒരു പതിവുള്ളത് കൊണ്ട് തന്നെ അതിന്നും തെറ്റിച്ചില്ല. അവസാനം എന്തെങ്കിലും കഴിച്ചാലേ ഒരടി നടക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ കയറിയ കടയായിരുന്നെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇന്നലെ കോളേജിൽ പോകുമ്പോൾ തുടങ്ങിയ വ്ളോഗാണെങ്കിലും അത് അവസാനിച്ചത് ഇവിടെ പാലക്കാട് ടൗണിൽ വെച്ചാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ഗായ്സ്.